ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്തെടുക്കാനുള്ളത് ഒരു 7 kg കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ന് ഫസ്റ്റ് 5 kg കേക്കാണ് ചെയ്തെടുത്തത്. ഞാൻ ഫസ്റ്റ് തന്നെ സ്പഞ്ചുകളൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടാണ്, എല്ലാ സ്പഞ്ചുകളും ബേക്ക് ചെയ്തെടുത്തു. എനിക്ക് 5 kg റെഡ് വെൽവെറ്റും പിന്നെ 2 kg വൈറ്റ് ഫോറസ്റ്റുമാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ഫസ്റ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് വാനിലാണ്. പിന്നെ രണ്ടാമതാണ് ഞാൻ റെഡ് വെൽവെറ്റ് എല്ലാം ബേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തു കേട്ടോ, തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീംസ് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 3 വിപ്പിംഗ് ക്രീം, എനിക്ക് 7 kg കേക്കിനായിരിക്കുന്നത് 3 വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഒരു 3 വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കില്ല. ഇടയ്ക്ക് ഞാനൊന്ന് റെസ്റ്റ് എടുക്കും പോയിട്ട്, എന്നിട്ട് ഞാൻ ഉമ്മാൻ്റെ ഒരു ഉമ്മ ബീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഉമ്മ ബീറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പഞ്ച് ഉമ്മ എനിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 1/2 kg കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു കേക്കായിരുന്നു, അത് സ്പൈഡർമാൻ തീം കേക്കായിരുന്നു അത് ചെയ്തത്. അത് സ്പഞ്ച് ഉമ്മ ബേക്ക് ചെയ്ത് തന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിത് ഓരോരോ കേക്ക്സുകളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ്. ഇത് നമ്മൾ 1/2 kg കേക്കാണ് കേട്ടോ. ഈ ഒരു 1/2 kg കേക്ക് ഹൈറ്റണിൽ ചെയ്തതാണ്. ഈ ഒരു ടിന്നിൻ്റെ സൈസുകൾ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടിന്നിൻ്റെ സൈസ് വന്നിട്ട് ഏറ്റവും അടിയത്തെ ടയർ വന്നിട്ട് നമുക്ക് 10 ഇഞ്ചിൻ്റെയാണ്. അതിൻ്റെ മുകളിലത്തെ 4 ഇഞ്ചിൻ്റെയും അതിൻ്റെ മുകളിലത്തെ 6 ഇഞ്ചിൻ്റെയും സൈസാണ് കേട്ടോ കേക്ക്സിന് വന്നിരിക്കുന്നത്. അപ്പം അതാണ് ആ ഒരു കേക്കിൻ്റെ ടിന്നിൻ്റെ സൈസ് വന്നിട്ട്. പിന്നെ ഞാൻ 1/2 kg കേക്ക് ഹൈറ്റ് ടിന്നിൽ ചെയ്തേക്കുന്നതാണ്. അതാണ് ഇത്ര ഹൈറ്റ് വന്നിട്ട് ഈ ഒരു കേക്ക്. സാധാരണ 1/2 kg കേക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല, പക്ഷേ ഒരു ഹൈറ്റ് ടിന്നിൽ ചെയ്തതാണ്. അല്ലെങ്കിൽ കേക്ക് ഭയങ്കരമായിട്ട് അടിയത്തെ കേക്ക് ഓൾറെഡി 3 kg അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം മുകളിലത്തെ കേക്ക് ഹൈറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കൊരു ഇങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് അങ്ങനെ അമർന്ന മാതിരി നമുക്ക് തോന്നും. പിന്നെ നമ്മളിതിലേക്ക് ഷെൽ നോസിലിൻ്റെ ഡിസൈൻസാണ് കൂടുതൽ കൊടുത്തേക്കുന്നത് കേട്ടോ. റോസറ്റ ഫ്ലവർ നോസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഷെൽ നോസിൽസ് വെച്ചിട്ടാണ് ഈ ഒരു ബോർഡേഴ്സും അതുപോലെ തന്നെ ഇടയിൽ വെച്ചിട്ടുള്ളൊരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ അല്ലേ, മുല്ലപ്പൂ പോലെ എനിക്കത് തോന്നിയത് കേട്ടോ. ആ ഒരു ഡിസൈനൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് ഷെൽ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ബോർഡർ ചെറിയ ഷെൽ നോസിൽ വെച്ചിട്ടും മറ്റേത് വലിയ ഷെൽ നോസിൽ വെച്ചിട്ടും അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കേക്ക് 5 kg പ്രൈസ് വന്നിട്ട് 3600 ആണ്. അതിൻ്റെ കൂടെ ഒരു +200 കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടോട്ടൽ മേടിച്ചിരിക്കുന്നത് 3800 റുപ്പീസാണ് കേട്ടോ മേടിച്ചേക്കുന്നത്, ഡെലിവറി അടക്കം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു വെഡ്ഡിങ് കേക്കിനെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്സൊക്കെ മിസ്സായി പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീഡിയോ എൻ്റെ ഇത് മിസ്സായതാണോ അത് വീഡിയോ ഓണാക്കാണ്ടിരുന്നതാണോ എന്തെന്നറിയില്ല. തിരക്ക് പിടിച്ച ദിവസമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോ കിട്ടാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. ആ ഒരു കേക്ക് എനിക്ക് വളരെ സ്പെഷ്യൽ തന്നെയായിരുന്നു. കാരണം ഗ്ലിറ്റർ കേക്കാണത്. അതിൻ്റെ ഒരു എയർ ബ്രഷ് ഇല്ലാണ്ട് ഞാൻ ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എയർ ബ്രഷ് ഇല്ലാണ്ട് എങ്ങനെ ഗ്ലിറ്റർ കേക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. ഇൻഷാല്ലാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ആണ് അവർ ആ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സീൻ കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ക്യാമറയിൽ എടുത്ത ഒരു വീഡിയോ ആണ്. എനിക്ക് ഈ ഒരു ക്ലിപ്പ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അതിൽ ആ ഒരു കാര്യത്തിൽ. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തൊരു കേക്കായിരുന്നു, അത് ചെയ്തൊരു കേക്കായിരുന്നു. എൻ്റെ മോളാണ് കേട്ടോ. അവളെ ജസ്റ്റ് ഞാൻ കല്യാണത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണിത്. ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ അവളെ ഇതുവരെയായിട്ട് വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കേക്ക് കൊണ്ടുപോയി എന്ന് പറയാം. ഞാൻ അത്രയും വെയിറ്റ് ചെയ്തിരുന്നിരുന്നു. കല്യാണമായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ വന്നിട്ട് നമ്മുടെ ആ ഒരു 5 kg കേക്ക് കട്ട് ചെയ്ത ആ ഒരു കസ്റ്റമർ അയച്ചെന്ന ഫോട്ടോസായിരുന്നു. ഇതെനിക്ക് അവളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഞാൻ മെല്ലെ എടുത്ത ഫോട്ടോസാണ്. ഇതൊക്കെ അവർ അയച്ചെന്നതാണ്. അപ്പം ഇതായിരുന്നു ആ കേക്ക് ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാണുമ്പോൾ. എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റാത്തൊരു വിഷമം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.